തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന്? ഉണ്ട് മോളെ. തട്ടമിട്ടവരെ കണ്ടാൽ മാത്രമല്ല, ഇതുപോലെ താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ പേടിയാണ്. എവിടെയാണ് ഇവർ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. നല്ലവരായ സുഹൃത്തുക്കളെ, ഈ മലയാളമായിട്ടുള്ള ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും ഇങ്ങനെ താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, സിഖുകാരുണ്ട്, പാഴ്സികളുണ്ട്. ഇങ്ങനെ പല ജാതി മനുഷ്യർ ഇങ്ങനെ താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരവരുടെ ഇഷ്ടമാണ്, പേഴ്സണൽ ചോയ്സുകളാണ്. താടി നീട്ടി വളർത്തണോ വേണ്ട എന്നൊക്കെ ഉള്ളത്. എന്താണോ BJP ആഗ്രഹിക്കുന്നത് അത് വളരെ പതുക്കെയെങ്കിലും മലയാളികളുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മനുഷ്യൻ പൗരെന്ന പേരിൽ ഈ ഒരു വീഡിയോസിലൊക്കെ ചെയ്ത ഈ ഒരു മനുഷ്യന്റെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. BJP ആഗ്രഹിക്കുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കൾ ഒഴികെയുള്ള മറ്റുള്ള എല്ലാ ജനവിഭാഗങ്ങളും പ്രശ്നക്കാരാണ് എന്ന് ഹിന്ദുക്കൾക്ക് ബോധ്യമാവണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമോഫോബിയ വന്നത്. ഇസ്ലാമോഫോബിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികളെ ഭയക്കുക എന്നുള്ളതാണ് പച്ചമലയാളത്തിൽ. ഇപ്പൊ കാനഡയിലും മറ്റൊക്കെ ഹിന്ദു ഫോബിയ വന്നിട്ടുണ്ട്. ഹിന്ദുക്കൾ അവർക്ക് പേടിയാണ്. കാരണം ഇവന്മാർ എപ്പോഴാണ് ഓരോരോ ആഘോഷവും പരിപാടിയായിട്ട് ഇറങ്ങാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഗതി വന്നതുപോലെ ഇപ്പം നമ്മുടെ ഇന്ത്യ മുഴുവനും ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. ലവ് ജിഹാദ് അടക്കം കൊണ്ടുവന്നു. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ മനഃപൂർവ്വം പ്രണയിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുന്നു എന്നൊക്കെയാണ്. അതിന്റെ ഹാദിയ കേസൊക്കെ നമ്മുടെ മുമ്പിലേക്ക് അതിന്റെ മുമ്പിൽ ഗംഭീര ഉദാഹരണമായിട്ട് അവർ നിരന്തരം പൊക്കി പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. എന്തൊക്കെയായാലും ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഈ താടിയും മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയ, മീശ വടിച്ച, തട്ടമിട്ട ഇവരൊക്കെ പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതൊന്നും കൂടാതെ ഒരു പുതിയ ടെററിസം കൂടി വന്നിട്ടുണ്ട്. വൈറ്റ് കോളർ ടെററിസം ആണ് അതിന്റെ പേര്. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളായിരിക്കും നമ്മുടെ ഇടയിലൊക്കെ ഇവരുണ്ടായിരിക്കും. അത് പല ജോലി എടുത്ത് ജീവിക്കുന്നുണ്ടായിരിക്കും. ഡോക്ടർമാരായിരിക്കാം, എഞ്ചിനീയേഴ്സ് ആയിരിക്കാം. നമ്മുടെ നാട്ടിൽ റെപ്യൂട്ടഡ് എന്ന് പറയപ്പെടുന്ന ജോലികൾ എടുത്ത് ജീവിക്കുന്ന ഇത്തരം ആളുകളൊക്കെ ഒരുപക്ഷെ നല്ല അസല് തീവ്രവാദികളായിരിക്കും. അവരെപ്പോഴാണ് മനുഷ്യ ബോംബായിട്ട് വന്ന് നമ്മുടെ മുമ്പിലെല്ലാം പൊട്ടിത്തെറിച്ച് നാശനഷ്ടം ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന് ഒരു വലിയ അപകടം ഉണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ചില ആളുകളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്, ഈ BJP ഭരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഈ ബോംബ് സ്ഫോടനങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അതും ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെ ബോംബ് സ്ഫോടനം ഉണ്ടായത്. അവിടെ ഒരു തരത്തിലുള്ള സുരക്ഷയും ഇല്ലേ? എന്താണ് അവിടെ നിന്ന് സുരക്ഷ ഒരുക്കാത്തത്? ചെങ്കോട്ടയ്ക്കരികിലാണ്, അവിടെ എന്താ സുരക്ഷ ഇല്ലേ എന്ന ചില ചോദ്യങ്ങളൊക്കെ, അത് കേന്ദ്ര ഗവൺമെന്റ് പരാജയമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സോക്കോൾഡ് കാക്കന്മാരും വന്നിട്ടുണ്ട്. സോക്കോൾഡ് എന്താ പറയുക, സുഡാപ്പി ലൈനിലുള്ള കാക്കന്മാരും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്നാൽ ഇവിടെ ഇപ്പോ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ അപ്പോഴാണ് വേറൊരു ഉസ്താദിന്റെ ചില വാക്കുകളൊക്കെ കേട്ടത്. ഉസ്താദ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ മാത്രം നമുക്ക് ഭയങ്കര ഭയം തോന്നുന്നത്, അവരെ മാത്രം ഇങ്ങനെ പേടി തോന്നുന്ന കാര്യം എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഉസ്താദ്. ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ ഒന്ന്, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം എടുത്ത് പറയുന്നുണ്ട്. ഇന്ദിരാഗാന്ധിയെ കൊന്നത് മുസ്ലിങ്ങളല്ലല്ലോ, സിഖുകാരല്ലേ. അപ്പൊ സിഖുകാരുടെ തൊപ്പിയും കൃപാണവും കണ്ടു കഴിഞ്ഞാൽ എന്താ ഭയം തോന്നാത്തെ? പിന്നെ ഉദാഹരണം പറയുന്നത് നമ്മുടെ രാജീവ് ഗാന്ധിയുടെ കൊലപാതകമാണ് അല്ലേ. മനുഷ്യ ബോംബായി വന്ന് പൊട്ടിത്തെറിച്ചൊരു ഹിന്ദു സ്ത്രീയല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഹിന്ദുക്കളെ മുഴുവൻ നമുക്ക് ഭയം തോന്നാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയെ കൊന്നത് ഒരു ഹിന്ദു അല്ലേ. അത്രയൊരു മഹാനായിട്ടുള്ള മനുഷ്യനെ കൊന്ന ഹിന്ദു ആയതുകൊണ്ട് എല്ലാ ഹിന്ദുക്കളോട് നമുക്ക് എന്താ ഭയം തോന്നാത്ത എന്നും ആ ഉസ്താദ് ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങളൊക്കെ അർത്ഥവത്തതാണെന്നല്ലാതെ ഒന്നും പറയാനില്ല. എന്തായാലും ഇദ്ദേഹത്തിന് മുകളിലൊന്ന് കേട്ടോക്കൂ. സഹോദരങ്ങളെ, നിങ്ങളെ കൂടി ഇതിൽ ചേർത്ത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുത ഇതാണ്. ഇത് മനസ്സിലാക്കാതെ ഈ കൂട്ടർക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടർ ഇപ്പോൾ ഇവിടെ എത്തും. സുരക്ഷാ വീഴ്ചയാണ്, മോഡി രാജിവെക്കണം, കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നൊക്കെ പറഞ്ഞ് അവരൊരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 8 തവണയാണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പല ഭീകരാക്രമണങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഒപ്പം നമുക്ക് ഡൽഹിയിലെ സ്ഫോടനം നടക്കുന്നതിന് മനസ്സിലാക്കേണ്ട ഒരാളുടെ വർത്തമാനം ഒരു ഉസ്താദിന്റെയാണ് കേട്ടോ. അദ്ദേഹം എങ്ങനെയാണ് തുടങ്ങുന്നത്? കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു ഉരുട്ടി നീ കുഴക്കാതൊക്കെ ഞങ്ങൾ ചോറിരുന്നവരാ. നിനക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ നീ വിചാരിക്കല്ലേ. ഡൽഹിയിൽ ഒരു അറ്റാക്ക് നടന്നാൽ ഇന്ത്യയിലുള്ള മുഴുവൻ നിരപരാധികളായ മറ്റു മുസ്ലിങ്ങൾ മുഴുവൻ ഇതിന്റെ പാപഭാരം വേണോ? അവനിക്ക് തൊപ്പിയും താടിയും തട്ടമൊക്കെ കണ്ട പേടി വരുന്നു. നീ നീഞ്ഞു വാ, നിനക്ക് നൂല് മന്ത്രിച്ചു തരാം, അല്ലെങ്കിൽ വെള്ളം കൊണ്ടാ മന്ത്രിച്ചു തരാടാ നിനക്ക്, അല്ലെങ്കിൽ നീ പുതപ്പിനടി കയറിയിരി, എനിക്ക് പേടി വരുന്നത്. എന്താണ് നിനക്ക് സിഖുകാരന്റെ താടിയും തൊപ്പിയും കാണുമ്പോൾ അവരുടെ തലയെക്കെട്ടും കാണുമ്പോൾ പേടി വരാത്തത്? ഇദ്ദേഹം ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം അതാണ്. മന്ത്രിമാര് കൊല്ലപ്പെട്ടതാണ്.
മരിച്ചതല്ല, ചിക്കൻ കുനിയ ഒന്നും മരിച്ചതല്ല. ഇദ്ദേഹം ഇങ്ങനെ വളരെ വൃത്തിയായിട്ട് ഓരോന്നിനെയും എന്താ പറയാ എതിർക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇന്ദിരാഗാന്ധി അങ്ങനെ മരണപ്പെട്ടത് അതിലെ പ്രതി ആരാ? സത്വന്ത് സിംഗും പ്രയാന്ത് സിംഗും. ഇവരുടെ മുസ്ലിങ്ങളാ. രാജീവ് ഗാന്ധിനെ കൊന്ന തേൻമൊഴി മുസ്ലിമാ. ഇന്ത്യ ആക്കിയ അർദ്ധനഗ്നായ ഫക്കീർ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നവന്റെ പേര് നാഥ്വാൻ സിംഗ് ഗോഡ്സെ എന്നാണ്. മക്കാ മസ്ജിദ് സ്ഫോടനം നടത്തിയതിന്റെ പേര് സ്വാമി അസീമാനന്ദഗിരി, കാഷായ വേഷക്കാരനാ. മലേഗാവ് സ്ഫോടനം നടത്തിയ പ്രഗ്യാൻ സിംഗ് താക്കൂർ ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ട ഒരാളാണ്. പിന്നീട് നമ്മുടെ കോടതി ഇവരെ കുറ്റവിമുക്തമാക്കി കേട്ടോ. അവരിപ്പോ പ്രതിയാണെന്നല്ല പറയുന്നത്. ആദ്യഘട്ടത്തിൽ പിടിക്കപ്പെട്ട പ്രഗ്യാൻ സിംഗ് താക്കൂർ കാഷായ വേഷധാരിയാ. അതുപോലെ തന്നെ ഗുജറാത്തിൽ 2000 പേരെ കൊന്നവർ. ഇവരുടെയൊക്കെ ജാതിയും പേരും അവർ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളും ഒക്കെ വെച്ചിട്ട് ആ സമൂഹത്തെ മുഴുവൻ തീവ്രവാദി ഭീകരവാദിയാക്കണോ? എന്നിട്ട് മുസ്ലിങ്ങൾ മൗനം വെടിയാണ്. പിന്നെ ഞങ്ങൾക്ക് അതല്ലേ പാടി? പിന്നെ നിങ്ങളെ എന്തിനാ രാജ്യം ഭരിക്കാൻ ഏൽപ്പിച്ചത്? നിങ്ങളല്ലേ ഈ ജനങ്ങളെ മുഴുവൻ സുരക്ഷ ഏറ്റെടുത്തത്? ഇതില് ഒരു ഈച്ച പോലും കടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ ഇതിലൊന്നും പെടാതെ ഈ ഒരു വിഷയം തന്നെ യാതൊരുവിധ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത മറ്റു മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദ മരുഭൂമിയിൽ പെയ്ത മഴയുടെ ആഘോഷമാണ് നീയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് അല്ലേ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും നമുക്ക് മുസ്ലിങ്ങളെ മാത്രം ഭയപ്പെടേണ്ട ഒരു ജനവിഭാഗമാക്കിയിട്ട് ഇവർ മാറ്റുന്നത്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തരം ഉണ്ടാക്കിയെടുക്കുന്നത്? അത് വേറെ തരത്തിൽ പറഞ്ഞ വലിയൊരു അപകടമല്ലേ? അല്ലേ? നമ്മള് മലയാളികളടക്കം എന്ന് പറയാൻ കാരണേ, നമ്മൾ മലയാളികളാണ് ഇങ്ങനെ ഇവിടെ ചേർന്ന് ജീവിക്കുന്ന ആളുകൾ അല്ലേ? നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പൗരെന്ന് പറയുന്ന മനുഷ്യന്റെ വീടിന് തൊട്ടടുത്ത് ചിലപ്പോൾ ഒരു മുസ്ലിം വീടായിരിക്കും അല്ലേ? നോക്ക്, എന്റെ വീട് തന്നെ എടുത്തു വെച്ചാൽ എന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു മുസ്ലിം വീടാണ്, റൈറ്റ് സൈഡിൽ ലോഡ്ജാണ്, അവിടെയുണ്ട് 1-2 മുസ്ലിങ്ങൾ. നേരെ തൊട്ട് മുമ്പിൽ ഒരു മാസ്റ്റർ വീടാണ്, അതിന്റെ ഇപ്പുറത്ത് നമ്മുടെ സുഹൃത്ത് ബാബുവിന്റെ വീടാണ്, മുസ്ലിമാണ്. പറയുകയാണെങ്കിൽ എന്റെ ചുറ്റും മുസ്ലിങ്ങളുണ്ട്, ഞങ്ങളതിന് നടക്കാണ്, ഞങ്ങളെ പുറകിൽ മുസ്ലിമാണ്. ഞങ്ങൾക്ക് വല്ല ഭയമുണ്ടോ? ഞങ്ങൾ ഭയപ്പെട്ട് ജീവിക്കണം. എന്തിന്? ഇവരാരെങ്കിലും നാളെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തിന്? നമുക്കവരെ അറിയില്ലേ? ഇന്ന് ഞങ്ങളെ കാണുമ്പോൾ ഞാൻ എന്താ പറയാ, ഈ ഗാന്ധിയൊക്കെ കൊന്ന, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയൊക്കെ കൊന്ന, അല്ലെങ്കിൽ ഗുജറാത്തിൽ കലാപം നടത്തി ഹിന്ദുക്കളെ ബാക്കിയാണ് ഞാൻ. എന്നെ കാണുമ്പോൾ അവർക്ക് ഭയം തോന്നുന്നുണ്ടോ? നോക്ക്, ഇങ്ങനൊക്കെ സംസാരിക്കുന്ന ഇത്തരം ആളുകളൊക്കെ പൊതുനിരത്തിലേക്ക് ഇറങ്ങി ജീവിക്കണ്ടേ? ഈ വീഡിയോ ഒക്കെ ചെയ്തതിനു ശേഷം ഇയാൾക്ക് ഈ മുസ്ലിങ്ങളായിട്ട് സുഹൃത്തുക്കളൊക്കെ വന്ന് നടക്കാൻ കഴിയണ്ടേ? തീവ്രവാദപരമായിട്ടുള്ള വർത്താനം പറയുക, എന്നിട്ട് പിറ്റേ ദിവസം മാന്യമായിട്ട് നടക്കുകയും ചെയ്യുക. ഇതെങ്ങനെ നടക്കുന്നതാണാവോ? എങ്ങനെ ഇതൊക്കെ സാധിക്കുന്ന എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്തൊക്കെയായാലും ഇവിടെ എന്താണോ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഗതി വൃത്തിയായിട്ട് നടത്താനുള്ള ശ്രമം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ചില എണ്ണങ്ങൾ ചെയ്തു വെച്ചിട്ട് ഒരു വിഭാഗത്തെ മുഴുവൻ അങ്ങോട്ട് തീവ്രവാദവൽക്കരിക്കൽ, അതത്ര ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബൈ.